Good morning. Hi guys, welcome back to Car Garage. ഇത് അപ്പോൾ ഗാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗാരേജിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഗാരേജിൽ ഒരു ഹോണ്ട സിറ്റി വന്നിട്ടുണ്ട്, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി. അത് ഫുൾ വർക്കിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. 2018 രജിസ്ട്രേഷൻ കണ്ടാണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് അറിയില്ല. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം നിങ്ങളെ. നമ്മുടെ ഗാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാരേജിൽ പുറത്ത് ഒരു പുതിയ വണ്ടി വന്നിട്ടുണ്ട്. അത് ഹോണ്ട സിറ്റി അല്ല കേട്ടോ, ഇന്നോവയാണ്. ഞാൻ ഹോണ്ട സിറ്റിയാണ് തെറ്റിദ്ധരിച്ചു. അയ്യോ, ഹോണ്ട സിറ്റി അല്ല, ഇന്നോവയാണ് വന്നിരിക്കുന്നത്. ഒരു ടീം രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, ബോണറ്റ് ഡാമേജ്, ഫെൻഡർ ഡാമേജ്. ഏതോ വണ്ടിയുടെ അടിയിൽ കയറിയാണെന്ന് തോന്നുന്നുണ്ട്. വളർത്ത് ഉണ്ടോ? ഓക്കെ, ഈ ഒരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അടിഭാഗം വെൻ്റുണ്ട്. ഓക്കെ, വണ്ടി വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നെ എടുക്കാം. അപ്പോൾ നമ്മൾക്ക് നേരെ അകത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്ത് പോകുമ്പോൾ ഇവിടെ ഒരു സിൽക്കി ഗോൾഡ് ഇന്നോവ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്, സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്, പോളിഷിങ് കഴിഞ്ഞ് നിൽക്കുന്നു. റബ്ബിങ്ങാണ് കഴിഞ്ഞാണത്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇൻസൈഡ് സീറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അകത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ റിറ്റ്സ് കംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ടാവും, അത് കാണാം നമുക്ക്. നമ്മുടെ റിറ്റ്സ് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് പെയിൻറ്റിങ് ചെയ്ത് കിടക്കുന്നു. പേൾ വൈറ്റാണ് അടിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഈ വണ്ടി ഇവിടുന്ന് പുറത്തിറക്കുന്ന പരിപാടികൾ നോക്കാം. എന്നിട്ടൊരു സിൽക്കി ഗോൾഡ് ഇന്നോവ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്, അപ്പോൾ അതകത്ത് കയറ്റാനായിട്ട് നോക്കാം. അപ്പോൾ നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ഒതുക്കി റിറ്റ്സിനെ നമ്മളിവിടെ കൊണ്ടുപോയിട്ടു. അതേപോലെ തന്നെ ബൂത്തിനെ നമ്മളൊരു സിൽക്കി ഗോൾഡ് ഇന്നോവ കയറ്റി ഗാരേജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മളുടെ വൈറ്റ് റിറ്റ്സ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ടിങ് പോളിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകട്ടോ. ഇതാണ് നമ്മൾക്ക് ചെയ്യേണ്ട വണ്ടി. അപ്പോൾ കയറ്റിക്കോ. വണ്ടിക്കട അവിടെ ഇട്ട് ചെയ്യണുണ്ടോ? ഇവിടെ ഇട്ട് ചെയ്യല്ലേ നല്ലത്. മട്ടോ ഞാനെടുക്കട്ടെ. ഒരാളിന്ന് ലീവാണ്, ഡെൻഡറിന്ന് ലീവാണ്. ഒരുത്തനാണെങ്കിൽ ഇന്ന് വാക്സിൻ, നമ്മളിവിടെ താമസിക്കണവനാണ്. അവൻ ഇന്ന് വാക്സിൻ എടുത്തിട്ട് അവന് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഗ്ലാസ്, ഈ വണ്ടിയുടെ ഗ്ലാസ് നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഗോൾഡൻ വണ്ടിയാണ്, ഒരു ഗോൾഡൻ വണ്ടിയാണ്. ഈ ഗ്ലാസ് ഇപ്പോൾ ഞാൻ തന്നെ കഴിക്കാനാണ് പോണത്, വേറെ വഴിയില്ല. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഗ്ലാസ്സുകൾ കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് അയച്ചു. അത് കഴിഞ്ഞാൽ സ്റ്റിക്കറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞാൽ സിൽവർ വണ്ടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ജോബ് കാർഡ് ഓപ്പൺ ചെയ്യണം. കാരണം അത് പിക്കപ്പ്, അതായത് നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജോബ് കാർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ.
ഒരു വണ്ടിയുമ്പോൾ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബോണറ്റും ഫെൻഡറും ഡാമേജാണ്. പിന്നെ സൈഡ് കുറച്ച് ഷേപ്പിംഗ് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് അയച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഗ്ലാസിൻ്റെ ബീഡിങ്ങിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ ഡാമേജ് തുരുമ്പ് കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ ബാക്കിൽ ലെഫ്റ്റ് സൈഡ് ക്വാർട്ടർ പാനൽ ബബിൾസ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ അതായത് ജോബ് കാർഡ് ഫില്ല് ചെയ്ത് തരട്ടെ. റിറ്റ്സിൻ്റെ ഇവിടെ പോളിഷിങ് തുടങ്ങിയിട്ടുണ്ട്, കട്ടിങ് കാര്യങ്ങളൊക്കെ. വണ്ടി ഏകദേശം 2 ദിവസത്തോളമായി വണ്ടി പെയിൻറ്റിങ് കഴിഞ്ഞിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ബൂത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. 2 ദിവസം അവധിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കട്ടിങ് ചെയ്യണം. 2000 ml യൂസ് ചെയ്ത് കട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ ജോബ് കാർഡ് ഓപ്പണിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അവർക്ക് എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് കൊടുത്തു. ഇതേ നമ്മളെ ഇവിടെ ഒരു വണ്ടി, ഒരു സിൽവർ കളർ വണ്ടിയാണ്. അങ്കമാലിൽ നിന്ന് വന്നിരിക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അത് പ്രൈമറും കാര്യങ്ങളെല്ലാം അടിക്കുന്നത്. അത്യാവശ്യം ബോഡി ഷേപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നൊരു വണ്ടിയാണ് കേട്ടോ. പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വണ്ടി കുട്ടി വർക്കും കാര്യങ്ങളെല്ലാം റണ്ണിങ് ബോർഡ്, 2 സൈഡ് റണ്ണിങ് ബോർഡും കാര്യങ്ങളെല്ലാം മാറ്റിയൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ടായിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫൈനലായിട്ട് എയർ ബന്ദ് കരോ. ഇവിടെ ഗോൾഡൻ കളർ ഇന്നോവ പെയിൻറ്റിങ്ങിന് വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗാരേജിലെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾക്ക് പുറത്ത് പെയിൻറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകണം. അങ്ങനത്തെ പരിപാടിക്കൊക്കെ നോക്കാം. ഗോൾഡ് ഇന്നോവ വാഷിങ്ങിൽ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞാൽ തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ പേൾ വൈറ്റ് റിറ്റ്സ് ഏകദേശം കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മാറ്റ് ഫിനിഷിന് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുത്തു. അതേപോലെ അത് അടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഫുൾ പ്രൈമർ കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പുട്ടി വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ. വണ്ടി നമുക്ക് പിക്കപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് പിക്കപ്പ് ചെയ്യാൻ പോകാൻ പറ്റുമോ നോക്കാം. കാരണം ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിനൊരു വണ്ടി ബൂത്തിൽ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വാഷിങ്ങിൽ വണ്ടി കൊണ്ടിട്ടു. അതിൻ്റെ സീറ്റ് ഇപ്പോൾ നാളേക്ക് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇല്ലെങ്കിലും നമുക്ക് വണ്ടി പിക്കപ്പ് ചെയ്യാൻ പറ്റാൻ പോകാമെന്ന് നോക്കാം കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ഞാൻ പറയല്ലേ നേരത്തെ ഒരു വണ്ടി പിക്കപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വണ്ടി പറൂരാണുള്ളത്. പറൂരാണുള്ളത്. അപ്പം ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ട് അനിയനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റെഡ് കളർ ഇന്നോവയാണ്. ഒരു പ്രാവശ്യം അവർ പോയതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്തോ ഉണ്ടായിരുന്നു. അത് അവിടെ ഒരു ഗ്യാരേജിലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് ഇത് രണ്ടാമത് പോവാണ്. വണ്ടി പിക്കപ്പ് ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ ആദ്യമേ ചെയ്യാറുണ്ട്. ആദ്യമേ കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിരിക്കും വണ്ടി പിക്കപ്പ് ചെയ്യാൻ പോണതും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാവലിങ്ങിനോ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി പിക്കപ്പ് ചെയ്യാനായിട്ട് വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പിക്കപ്പ് ചെയ്യാവുന്നതാണ്. അതിനൊരു ചാർജ് ഉണ്ടാകുന്നുള്ളൂ. നമ്മൾ പോണതിൻ്റെ എക്സ്പെൻസീവിൻ്റെ ചാർജ് ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. ഓക്കെ. നമ്മളിപ്പോൾ ഈ ഇത് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെയാണ്. പറൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ഗാരേജിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്ററോളൊക്കെ ഉള്ളൂ. അടക്ക ഇടിഞ്ഞൊഴി വന്നിട്ടുണ്ടല്ലോ. ഫ്ലഡിൽ തന്നെ നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി നോക്കാം. ടൈപ്പ് 4 വണ്ടിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഗാരേജിലേക്ക് കൊണ്ടുപോകാനാണ് കേട്ടോ. വണ്ടി വീട്ടിലേക്ക് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഗാരേജിലെ വിശേഷങ്ങളും അതേപോലെ തന്നെ വണ്ടി ജോബ് കാർഡ് ഓപ്പൺ ചെയ്തും ഇതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ വിഷമിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ ഒരു വിഷയമാണ്. നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. അപ്പോൾ എത്രത്തോളം ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.